ഇന്ന് വൈകിട്ട് വിവരം പറയാന്നാ ഭവാനി കുഞ്ഞുമോട് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറയേണ്ടത്? അവള് പഠിച്ചുകൊണ്ടിരിക്കല്ലേ ശിവശങ്കര, അത് കഴിഞ്ഞിട്ട് പോരെ. പഠിത്തം കഴിയാനിരുന്ന നന്ദകുമാറിന് വേറെ കല്യാണം നടക്കും. ഇങ്ങനെ ഒരു പയ്യനെ ഒത്തുകിട്ടാൻ പ്രയാസമാ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നത്. ശിവശങ്കരൻ അറിയാമല്ലോ എന്റെ അവസ്ഥ. ഹൗസിംഗ് ലോണും PF LIC എല്ലാം കൂടെ പിടിച്ചു കഴിഞ്ഞിട്ട് താനെന്റെ കയ്യിലേക്ക് തരുന്ന ശമ്പളം എത്രയാ? ഒരു കരുതലുമില്ലാതെ എങ്ങനെയാ ഒരു കല്യാണത്തിന് ചാടി പുറപ്പെടുക? ആ വീടിന്റെ പ്ലാൻ കണ്ടപ്പോഴേ ഞാനെന്ന് പറഞ്ഞതാ, സാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു വീടിന്റെ ആവശ്യമില്ലെന്ന്. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും സാറ് നല്ല രീതിയിൽ ചിന്തിക്കണം. സ്ത്രീധനമായിട്ട് അവർ 10 പൈസ പോലും ചോദിക്കുന്നില്ല. നമുക്കിറങ്ങാം. താഴെയുള്ള 2 സഹോദരിമാരെ അയച്ചിട്ട് മതി തനിക്ക് വിവാഹമെന്ന് ഒറ്റ വാശിയായിരുന്നു നന്ദന്. അനന്തപിള്ളച്ചേട്ടന്റെ മരണം ഓർക്കാപ്പുറത്തായതുകൊണ്ട് ബാധ്യതകളൊക്കെ നന്ദന്റെ തലയിൽ വന്നു. ഇളയവളെ അയച്ചിട്ടിപ്പോ വർഷം 1 കഴിഞ്ഞു. അപ്പം മുതൽ നിർബന്ധിക്കുന്നതാ ഭവാനി കുഞ്ഞമ്മ. പക്ഷെ നന്ദൻ ഇപ്പോഴാ ഒന്ന് സമ്മതം മൂളിയത്. ഇക്കാലത്ത് അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പോ സാറ് വിചാരിക്കുന്ന പോലെ കേസില്ലാത്ത വക്കീലൊന്നും അല്ല നന്ദൻ. പുറത്തൊന്ന് അന്വേഷിച്ചു നോക്കണം. കഴിവില്ലാത്തതുകൊണ്ടാണോ സർക്കാർ അയാളെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്? എന്റെ ബന്ധുവായതുകൊണ്ട് പറയുന്നതല്ല. നന്ദകുമാറിന്റെ വാദം കേട്ട കോടതി വിറയ്ക്കും. മോളുമായിട്ട് ഒരു 10-15 വയസ്സിന് വ്യത്യാസം ഉണ്ടാവില്ലേ? അതിപ്പോ ഉദ്യോഗവും ചെറുക്കന്റെ സ്വഭാവവും എല്ലാം കൂടി നോക്കുമ്പോ ഇക്കാലത്ത് ഒരു പ്രശ്നമാണോ? ഏതായാലും അവര് പരസ്പരം ഒന്ന് കണ്ട് തീരുമാനിച്ചോട്ടെ. ശരി. ആരാമേപ്പുറത്ത്? നീ ഈ ചായ കൊണ്ട് കൊടുക്ക. സംഗതിയുടെ കിടപ്പ് കണ്ടിട്ട് ഒരു പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് തോന്നല്ലോ. ആരാമേ? എന്നെയോ ആശയോ? പേടിക്കണ്ട, ചേച്ചിക്ക് തന്നെ. ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാനൊന്ന് ഒരുങ്ങി സ്റ്റൈലായിട്ട് നിൽക്കുമായിരുന്നു. ഇത്രയൊക്കെ ഒരുങ്ങിയാ മതി. കൊണ്ടുകൊടു. മതിയെങ്കിൽ മതി. ഇനി എത്ര ചെറുക്കന്മാരുടെ മുമ്പിൽ നിൽക്കാനുള്ളതാ? അപ്പൊ ഒരുങ്ങ. ഇതാ ആള്. അവരോട് എന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാം. വേണ്ട. എങ്ങനെയുണ്ട് ചേച്ചി പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ? എല്ലാവർക്കും കാണാൻ പാകത്തിൽ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. നിനക്കൊന്ന് കാണരുതോ ഇങ്ങനെ ഒരു ചേച്ചി? ശരി പറട്ടെ സാർ. ഓ, എന്താടാ നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഉണ്ണിത്താന് വേണ്ടി അല്ല നോക്കിയത്. നന്ദന് പറ്റിയതല്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞ. എന്താ നീ അവൾ കണ്ട കുറവ്? നിന്നെ അവളെയും കൂടി കണ്ടിട്ട് അച്ഛനെയും മോളെയും പോലെ ഇരിക്കുന്നു. ഓ, അത് സാരമില്ല. സാരമില്ലെങ്കിൽ പോട്ടെ. പിന്നെ ഉണ്ട് പ്രശ്നം. എന്തു പ്രശ്നം? എന്താ കുട്ടിയുടെ നാള്? ഉത്രാടം. അയ്യോ, ആ നാള് നന്ദന്റെ നാളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടില്ല. ചതയം ഒരു പക്ഷെ നന്നായിട്ട് ചേരും. അത് നിന്റെ നാളല്ലേ? അതെ, ഞാനാകുമ്പോ പ്രായത്തിൽ ഇതുപോലെ വ്യത്യാസം ഫീൽ ചെയ്യില്ല. അപ്പൊ അതായിരുന്നു അതിന്റെ കാര്യം. ചുമ്മാതല്ല നന്ദനോട് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോ താൻ കയറി വിലക്കിയത്. നടക്കത്തില്ലേ പിന്നെ ഈ പരുവരുത്ത ശബ്ദം ആ ഇളം പൊങ്കത്തിന് കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? കൊച്ചു പേടിയാണെങ്കിൽ ഉണ്ണിത്താന് വേണ്ടി ഞാൻ ആലോചിക്കാം. പക്ഷെ സർക്കാർ ഓഫീസിൽ ജോലിയും മുട്ടറ്റ മുടിയൊന്നുമില്ല. മുടി വളരാനുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടും. പിന്നെ ജോലിയുടെ കാര്യം, ഫാദറില്ല സർവീസ് ചെയ്ത് മരിച്ച ആ ജോലി ആദരയ്ക്ക് കിട്ടും. പുള്ളിക്കാരനെ കണ്ടിട്ട് അകാലത്ത് വെടിതീരുന്ന സർവ്വലക്ഷണമുണ്ട്. അങ്ങനെയൊന്നും പറയാതെ ഒരു വണ്ടിയിലോട്ട് കയറി. അയ്യോ, എന്തുപറ്റി? എന്റെ കർച്ചിഫ് മറന്നുപോയി. എടാ, അത് ഇവിടെ ഉണ്ട്. ഓഹോ, ഒരു മുടിഞ്ഞ മറവി. ഓഹോ, ഡോക്ടറെ കാണിക്കണം. ഇയാള് ഇങ്ങോട്ടാ? വരുന്നുണ്ടോ? വാ. മേക്കപ്പെട്ടോളൂ, ഞാനിപ്പോ വരാം. അവിടെ കൺമഷിയുടെ പരസ്യത്തിനുള്ള മോഡലാ. ബാലോട്ടിന് നാണല്ലേ ഇങ്ങനെ ഒരു മോഡൽസിന് ബൈക്കിൽ വെച്ചോണ്ട് ഊര് ചുറ്റാൻ? ഇല്ല, ചുമ്മാ അല്ല നാട്ടുകാർ ഓരോന്ന് പറയുന്നത്. പറയുന്നൊരു പറയട്ടെ. കാറ്റ് പോകുന്നിടത്തൊക്കെ വേലി കെട്ടാൻ പറ്റും. എന്നാൽ ഇവിടെ ബൈക്കിൽ കൊണ്ടുനടന്നേ പറ്റുമല്ലേ? അവൾ ഇനി ഒരുങ്ങി ചമഞ്ഞ് ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ എത്തുമ്പോഴേക്ക് ഒരു നേരം ആവും. ഉച്ചയ്ക്ക് മുമ്പ് ഫോട്ടോ എടുത്ത് കൊടുത്താലേ പ്രിന്റ് അടിച്ച് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചുമന്നുകൊണ്ട് പോരാന്ന് വെച്ചത്. പിന്നെ
നിന്നെ ആരോ പെണ്ണാണെന്ന് കേട്ടു. എങ്ങനെയുണ്ട് കക്ഷി? കൊള്ളാവോ? കാര്യം പറയാന്ന് വെച്ച് 8:30 മണി പോലെ കാത്തു നിൽക്കുക. എന്നാ പിന്നെ സമയം കളയണ്ട. പറഞ്ഞേ. കാണുന്ന പെമ്പിള്ളേരുടെയൊക്കെ പറയാൻ നടക്കുന്ന ഇയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ലെങ്കിൽ പറയണ്ട. പറയുന്നില്ല. അതെ, നിങ്ങളുടെയൊക്കെ പാവം കണ്ട എന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്ത മട്ടുണ്ടല്ലോ. പെണ്ണ് കാണൽ ചടങ്ങിനൊക്കെ അതിന്റേതായ ഒരു ത്രില്ലുണ്ട്. അതുകൊണ്ടാ ഞാൻ കൂളായിട്ട് ചെന്ന് നിന്നു കൊടുത്തത്. ഇനി രജിസ്റ്റർ കല്യാണത്തിനാണ് വിധിയെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോണ വിവരം പേരൻസ് നിന്നെ അറിയിച്ചതേ ഇല്ലേ? എനിക്ക് ചെറിയ സൂചന കിട്ടിയിരുന്നു, പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ചായ കൊടുത്തിട്ട് ആ മുഖത്തോട്ടൊന്ന് നോക്കിയപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അയ്യടമായിപ്പോയി. എന്റെ ഫാദറിന്റെ അല്പമെങ്കിലും സൗന്ദര്യബോധം കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. അത്രയ്ക്ക് ബോറാണോടി? വികൃതമൊന്നുമല്ല, പക്ഷെ ഒരു വില്ലൻ ലുക്കാ. ഒരുമാതിരി ഈ കോൺട്രാക്ട് അവസാനിപ്പിച്ച് നേരത്തെ പോരുന്ന ചില പട്ടാളക്കാരില്ലേ, അതുപോലെ ഇരിക്കും. അപ്പൊ നിനക്ക് ഇഷ്ടമില്ലെന്ന് നീ അച്ഛനോട് പറഞ്ഞില്ലേ? അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലടി. ജാതകം ചേർന്നിട്ട് വേണമല്ലോ ഇത് നടക്കാൻ. ആ സ്റ്റെപ്പിൽ വരുമ്പോഴേക്കും ഇതങ്ങ് തെറ്റിക്കോളും. അതുവരെ വക്കീൽ ഈ കേസോട്ടായിട്ട് നടന്നോളൂ തന്നെ. റെസ്റ്റ് എടുക്കട്ടെ. വല്ലവരും കണ്ടാ വിചാരിക്കും ഞാൻ ഡ്രൈവറും നീ വലിയ പബ്ലിക് പ്രോസിക്യൂട്ടറുമാണ്. ഓ, കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടുപേർക്കും, വന്ന് കുടിക്കേ. കേട്ടോമേ, അമ്മയുടെ അരുമ മകൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ എന്ന് കോടതിയിൽ ഒരു കലക്ക് കലക്കി. തോമസ് സെക്രട്ടറിയ ഉൾപ്പെടെ 5 പേർക്ക് ചുളുവി ജീവപര്യന്തം സംഘടിപ്പിച്ചു കൊടുത്ത്. ഒന്നും നിർത്താമോ? കാറി കയറിയപ്പോ തുടങ്ങിയാണല്ലോ ഈ കളത്തില്. എന്തുദ്ദേശിച്ചായി സോപ്പ് പതപ്പിക്കുന്നത്? എന്ത് സോപ്പ്? അയ്യോ, ഞാൻ ബെഞ്ച് ക്ലാർക്കായിരിക്കാൻ തുടങ്ങിയിട്ടെ വർഷം 10-12ആയി. പല കൊടികുത്തിയ വക്കീലന്മാരുടെ വാദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നന്ദനെ പോലെ വാദിക്കാൻ അറിയാവുന്ന ഒരു വക്കീലിനെ ഭൂമി മലയാളം കണ്ടിട്ടില്ല. അമ്മേ, എന്താ അമ്മേ എന്നെ സൂപ്പിക്കാമേ. എന്തിനാന്നറിയാമോ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഇവൻ ഇവിടെ തന്നെ പറ്റിക്കൂടണം. അതിനാണ് ഈ സോപ്പ്. ഓസിനൊന്നും അല്ലല്ലോ, മാസാമാസം 100 രൂപ എണ്ണി അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുകയല്ലേ. പിന്നെ നിന്റെ 100 രൂപ കൊണ്ടല്ലേ ഇവിടുത്തെ കാര്യം നടന്നേ. പോടാ. ആ 100 രൂപയ്ക്ക് എല്ലാ മാസവും നിങ്ങളുടെ 2 പേരുടെ പേർക്കും അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്നുണ്ട്, അറിയാമോ? അമ്മേ, എന്റെ പെറ്റമ്മ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അടുത്ത മാസം പോലെ 50 രൂപ തന്നാ മതിയല്ലോ. എനിക്ക് വഴിപാട് വേണ്ട, വായിലോട്ടുള്ള വല്ലതും തന്നാ മതി. ഞാൻ അടങ്ങി ഒഴുകി കിളിക്കൂട്ടി കഴിഞ്ഞോളാം. എന്നാലും ഇവിടുന്ന് കഴിഞ്ഞു പോവുകയില്ല. ഒഴിയും. എപ്പോ? നിന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ കല്യാണം നടത്തിയിട്ട് ഞാൻ ഒഴിയും. അമ്മേ, ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്തൊക്കെയാ വേണ്ടെന്നറിയാമോ? സൗന്ദര്യം, മുട്ടറ്റ മുടി, സർക്കാർ ജോലി, സിറ്റിയിലൊരു വീട്. പിന്നെ വീടില്ലാതെ ഞങ്ങൾ ഭാര്യയും ഭർത്താവ് NH-47 കിടന്നുറങ്ങോ? അല്ല, ഈ 3 ഡിമാൻഡ് ഒത്ത ഒരു പെണ്ണിനെ വെറും ഒരു ബെഞ്ച് ക്ലാർക്കായ അളിയനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതുവരെ ഞാൻ ഈ പെര നിറഞ്ഞു നിൽക്കും. അയ്യോ, പെര നിറഞ്ഞു നിൽക്കല്ലേ. അമ്മയ്ക്കും എനിക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകണം. ഒന്ന് ഒതുങ്ങി തരണേ. അതിനുള്ള ഗ്യാപ്പ് വിട്ടേക്കാം. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്ത്, ശിവശങ്കരൻ വന്നിരുന്നു. ആതിരയുടെ ഫോട്ടോ നീ ചോദിച്ചിരുന്നില്ലേ? അതോടെ തന്നിട്ടുണ്ട്. എവിടെ നോക്കട്ടെ. മേരി കണ്ടതുപോലല്ല. അതെ, ഫോട്ടോയിൽ കുറച്ചുകൂടെ മെച്ചൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അതല്ല, നേരിട്ട് കണ്ടപ്പോ അച്ഛനെയും മോളെയും പോലുണ്ടായിരുന്നു. ഇപ്പോ അപ്പൂപ്പനെയും കൊച്ചുമോളെയും പോലുണ്ട്. അവൻ കുശുമ്പ് കൊണ്ട് പറയുന്നതല്ലേ. നീ പോയി കാപ്പുടിക്ക്. എടുത്ത് മുഴുവനെ അങ്ങോട്ട് ഞങ്ങൾ. ശങ്കരേട്ടൻ വല്ലതും പറഞ്ഞോന്നേ? അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെ പൈസന്റെ കാര്യത്തിലെ അല്പ വിഷമേ ഉള്ളൂ. ഓ, ഇനി ജാതകം ചേരാതെ വരുമോ എന്തോ? ഇത് നടക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. നിന്റെ ജാതകം അവര് ചോദിച്ചു. ശിവശങ്കരൻ അതുകൊണ്ടാ പോയിരിക്കുന്നത്. ആണോ? ആ, ഈശ്വരാധീനം കൊണ്ട് ഈ ജാതകങ്ങളുടെ ഗണം 2 ഒന്നാ. അതായത് ഗുണം 10 അർത്ഥം. പ്രശ്നമാർഗത്തിൽ ദീർഘദാമ്പത്യത്തിന് 23 പൊരുത്തങ്ങളാ പറയണത്. ഇവിടെ ഭാഗ്യം പോലെ ഒക്കെ ഒത്തു വന്നിരിക്കണു. അടുത്ത കാലത്തൊന്നും ഇത്ര വിശേഷമായിട്ടൊരു പൊരുത്തം ഞാൻ കണ്ടിട്ടില്ല.
വേറെ എന്ത് തടസ്സം ഉണ്ടാച്ചാലും അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഈ ജാതകങ്ങൾ തമ്മിൽ കൂടി ചേർക്കുക, എല്ലാം ഉത്തമമായിരിക്കും. പിന്നെ നിനക്ക് ആരെയും ഇഷ്ടം അത് പറ. ഇതുവരെ നീ വിചാരിച്ച നടന്നത്, ഇനി എന്റെ മോൾ അങ്ങനെ വിചാരിക്കണ്ട. ഞങ്ങളുടെ തീരുമാനത്തിന് വിലയുണ്ടോന്ന് അറിയണമല്ലോ. എന്താ? അവൾക്ക് ഈ വിവാഹം ഇഷ്ടമല്ലെന്ന് ഏക്കും ചൊല്ലുമില്ലാതെ വളർത്തിയതിന്റെയാ. എന്താ മോളെ കാര്യം? അവൾക്ക് അയാളെ ബോധിച്ചില്ല, അത്ര തന്നെ. പ്രായം ലേശം കൂടുതലുണ്ടെന്നല്ലാതെ എന്താ നന്ദകുമാറിന് കുറവ്? നിന്റെ അമ്മയും ഞാനും തമ്മിലുണ്ടല്ലോ 10-12 വയസ്സ് വ്യത്യാസം. പ്രായത്തിന്റെ ഒന്നുമല്ല, എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ കാരണമാ അച്ഛൻ ചോദിച്ചത്. കാരണമൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സിന് അയാളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. നിന്റെ മനസ്സിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. നീ ഒന്നും മിണ്ടാതിരിക്കും വിജയലക്ഷ്മി. ഞാൻ മിണ്ടാതിരുന്നതാ ഇതിന്റെയൊക്കെ കാരണം. ഇപ്പൊ അനുഭവിക്കേ. മക്കളെ നിലയ്ക്കും വിലയ്ക്കുമല്ല വളർത്തിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മേനെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സർക്കാർ ജീവനക്കാരന്റെ പ്രാരാബ്ധങ്ങൾ ഒന്നും അറിയിക്കാതെയാ ഞാൻ നിങ്ങളെ വളർത്തിയത്. നിങ്ങളുടെ ഒരു ആഗ്രഹങ്ങൾക്കും ഈ അച്ഛൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല. അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് അച്ഛൻ ഇപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷേ അച്ഛനൊരു തീരുമാനമെടുത്താൽ മോൾക്കത് സ്വീകാര്യമാവും എന്നാ അച്ഛൻ കരുതിയത്. ആദ്യം തന്നെ ഞാൻ അയാളെ വെറുത്തുപോയി. ഇനി എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാരണവുമില്ലാതെ ഒരാളുടെ വെറുപ്പ് കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. നന്ദകുമാറിന് സ്വന്തമായൊരു ജോലിയുണ്ട്, സമൂഹത്തിൽ മാന്യമായ സ്ഥാനം, സ്വന്തമായ ആദർശവും അഭിപ്രായമുണ്ട്. ചെറുപ്പക്കാരൻ, വീട്ടിൽ വേറെ ബാധ്യതകളില്ല. മകൾക്കൊരു ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഒരു അച്ഛനൊരു കൂടുതൽ എന്താ ആലോചിക്കാനുള്ളത്? അച്ഛൻ പറയുന്നതെല്ലാം ശരിയായിരിക്കും, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. ആതിരെ, മോളെ, മോൾക്ക് ഇങ്ങനൊരു ആലോചന നടക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും മോൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാണെന്ന് കൂടി കണ്ടപ്പോ അച്ഛൻ വാക്ക് കൊടുത്തുപോയി. അച്ഛനെ ഇത് മാറ്റി പറയണോ? മോള് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കും. പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ആലോചിച്ച് നോക്കിയപ്പോ അവള് പറഞ്ഞാലും കാര്യമുണ്ടെന്ന് തോന്നുന്നു. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിക്കണോ? നീ എന്താണ് പറയുന്നത്? അവളുടെ ഭാവിയുടെ സുരക്ഷിതത്വമല്ലേ നമ്മൾ നോക്കേണ്ടത്? അതിൽ കൂടുതലായിട്ട് ഒരു മകൾക്ക് വേണ്ടി അച്ഛനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക? കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ മാറ്റാം? അത് ശരി. പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ മുറിയിൽ ബ്യൂട്ടി പാർലർ ഇതെപ്പോ തുടങ്ങി? ഒരല്പം മര്യാദ വേണം. ഈ കഥകിനൊന്നും മുട്ടിയിട്ട് ഇനി അകത്തോട്ട് ഇറങ്ങാനല്ല. പിന്നെ കഥകിന് മുട്ടി അനുവാദം മേടിച്ച് അകത്ത് കയറാൻ ഇതെന്താ രാമസ്വാമിയുടെ ചേമ്പറോ? കല്യാണം നടക്കുമെന്നായതേ ഉള്ളൂ, സ്വന്തം കൂട്ടുകാരനെ തടയാനുള്ള ശ്രമം തുടങ്ങി. എന്താ എനിക്കൊന്നും പറ്റുകയില്ലേ? പിന്നൊരു കാര്യം, പാൽപ്പാട പുരട്ടുകൊണ്ട് മാത്രം ഈ മുഖത്തിന്റെ ഔദ്രഭാവം മാറില്ല, അതിന് പ്ലാസ്റ്റിക് സർജറി തന്നെ വേണം. കുറെ പേരെ വാദിച്ച് തൂക്കിലേറ്റിയതല്ലേ, വെറുതെ എന്തിനാ പാലിന്റെ വിറ്റാമിൻ കളയുന്നത്? ഈ അറിവ് പകർന്നുതരാനായിരിക്കും അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. വെരി വെരി സോറി, അതിനല്ല. പിന്നെ അതിന് അയ്യോ, ഞാൻ മറന്നുപോയല്ലോ. ഞാൻ എന്ത് പറയാനാ ഇങ്ങോട്ട് ഇടിച്ചു കളിക്കറി വന്നേ? എടാ, ഒരാഴ്ച നീ ലീവ് എടുത്ത് വീട്ടിലിരുന്നാലും ഇത് ഓർമ്മ കിട്ടിയത്. അമ്മേ, പാൽപ്പാട.
നന്ദനോട് എന്തെടുക്കുക? മുഖം തുടക്കളിയാ. എന്താ രണ്ടും കൂടി ഇതിനകത്തുണ്ടായിരുന്നോ? എന്താ? ജമാൽ എത്ര നേരമായി ഇവിടെ വന്ന് കാത്തിരിക്കുന്നു? അയ്യോ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറിന്റെ ഗുമസ്തൻ ഗുലിമാലി ജമാല് കാണാൻ വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം പോക്കാ. ആർക്ക്? അല്ല, എന്റെ പോടാ ഇറങ്ങ്. കേസ് കെട്ടൊക്കെ നേരത്തെ കൊണ്ട് തരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ തന്നെ ഇറങ്ങിയതാണ് സാറേ. അപ്പോഴാണ് സെക്കൻഡ് വൈഫിന്റെ ബാപ്പാക്ക് കോളറാന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. അറിഞ്ഞ സ്ഥിതിക്ക് അവിടം വരെ ഒന്ന് പോകാതിരിക്കാതെ പറ്റുമോ? അങ്ങനെ ഇരിക്കെ ഇറങ്ങിയേക്കാന്ന് കരുതിയപ്പോഴാണ് ഫസ്റ്റ് വൈഫിന്റെ ബാപ്പാക്ക് ബസൂരി എന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. ഇതെല്ലാം കൂടി കേട്ടപ്പോ പടച്ചോനാണ് നമുക്ക് ഒരു ലൂസ് മോഷൻ. അതാണ് വരാൻ ഇപ്പൊ വൈകി. മോഷണം കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കുഴപ്പമൊന്നും. ഇതാ നാളെ ഏതൊക്കെയാ കേസ്? CP 38/87, CP 52, അതൊക്കെ പറഞ്ഞു. CP 22/88, സെഷൻസ് 3/90, സെഷൻ 2 ആ മതി 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 മതി. നാളെ രാവിലെ 8 മണിക്ക് ഓഫീസ് തുറക്കണം. ഓ മജിസ്ട്രേറ്റ് കോർട്ടിലെ കേസിന് ബാലേന്ദ്ര അപ്പിയർ ചെയ്യട്ടെ. ആ. ഓ. താൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ ഗുമസ്തനായിരിക്കാം. പക്ഷെ അങ്ങേര് മാത്രം താമസിക്കുന്ന വീടല്ല ഇത്. കേസ് കേട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് വക്കീൽ ആഫീസിലോ കോടതി തിണ്ണയിലോ വെച്ച് ആയിക്കോണം. ഒരു നിസ്സാരനായ വക്കീൽ ഗുമസ്തനായ താൻ ഒരു ബെഞ്ച് ക്ലാർക്കായ എന്റെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും പിച്ചക്കാരനെ പോലെ കയറി ഇറങ്ങുന്നുണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കോളൂ. അത് ഞമ്മളാണല്ലേ, പെണ്ണൊന്നും അല്ലല്ലോ. പോമരട്ടെ, അതൊക്കെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് തീരുമാനിക്കാം. താനിവിടെ വരുന്ന എനിക്ക് ബുദ്ധിമുട്ടാ. ആരുടെയും സ്വാധീനത്തിൽ വീഴാത്ത സത്യസന്ധനായ ഒരു ബെഞ്ച് ക്ലാർക്കാണ് ഞാൻ. അതെനിക്കറിയാടോ. അറിയാം. ആ സാറും നന്ദകുമാർ സാറും 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണെന്നും ആ. നന്ദകുമാർ സാറിന്റെ വിദ്യാഭ്യാസ രേഖ ഇടയ്ക്ക് വെച്ച് മുറിയാതിരുന്നതുകൊണ്ട് ആ. അദ്ദേഹം പഠിച്ച് വലിയൊരു വക്കീലായെന്നും ക്ലാസ്മേറ്റായ ഉണ്ണിത്താൻ സാറിനെ വിധി ഒരു ബെഞ്ച് ക്ലർക്കാക്കിയെന്നും വാദി പ്രതി സാക്ഷി വ്യത്യാസമില്ലാതെ കോടതി വരാതെ പറയണേ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഞങ്ങളൊന്നും ഇപ്പോഴും ഒരു എടാ പോടാ ബന്ധമാണുള്ളത്. പണ്ടുണ്ടതും പാളയത്തൂറിയതുമായ ചരിത്രം പറഞ്ഞ് പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കൂടെ നിസാരനായ ഒരു ബെഞ്ച് ക്ലർക്ക് ഇങ്ങനെ പതയടിച്ച് കഴിയുന്നത് പ്രോട്ടോകോളിൽ ചേർന്നല്ലെന്നേ ഞമ്മക്ക് പറയാനുള്ളൂ. ബെഞ്ച് ക്ലർക്ക് ബെഞ്ചിൽ ഇരുന്നാ മതി, മേശപ്പുറത്ത് ഡോ, വെറുതെ അല്ലടോ തന്റെ രണ്ടമ്മായിയപ്പന്മാർക്കും കാളറയും വസൂരിയും തനിക്ക് ലൂസ് മോഷനും വരുന്നു. തന്റെ മനസ്സിലിപ്പ് ശരിയല്ലല്ലോ. അത് പിന്നെ ഛെ, ഇവനെ ഗുമസ്തനാക്കിയ വക്കീലിനും വരും ലൂസ് മോഷൻ. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തു. എന്നിട്ടും ഭാനുവേട്ടൻ ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് നിൽക്കുന്ന എനിക്ക് മനസ്സിലാവത്ത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? ആ വക്കീലിന്റെ പ്രപ്പോസൽ എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കണം. ഭാനുവേട്ടനെ കൊണ്ട് പറ്റുമോ? ഭാനുവേട്ടനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കെന്ത് കല്യാണം മുടക്കല പണി? എടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുക്കാതെ നല്ലതുപോലെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാനൊന്നുമില്ല. അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ എന്നെ അയാളുടെ തലയെ കെട്ടിവെക്കണമെന്നാണോ ഭാനുവേട്ടന്റെ ആഗ്രഹം? ഈ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടുകാരോടൊപ്പം മരത്തണലിൽ ഇരുന്ന് സ്വപ്നം കാണുന്ന പോലെ സിമ്പിൾ അല്ല. ഭാവനയിൽ കെട്ടിപ്പടുക്കുന്ന ജീവിതത്തിൽ നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, വിവാഹം കഴിക്കാം. ആരും നിയന്ത്രിക്കാൻ വരില്ല. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ചില നിയന്ത്രണങ്ങൾക്ക് കീഴടങ്ങിയേ പറ്റൂ. മാത്രമല്ല അത്രയ്ക്ക് നെഗ്ലക്ട് ചെയ്യേണ്ട പ്രപ്പോസലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് നന്ദകുമാറിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. അയാളെ കുറിച്ചുള്ള ഭാനുവേട്ടന്റെ ഒപ്പീനിയൻ അറിയാനല്ല ഞാൻ വിളിപ്പിച്ചത്. എന്തറിയാനാ വിളിപ്പിച്ചത്? കുന്തറിയാൻ. ഛെ, അതല്ല ഞാൻ. മതി മതി, എല്ലാവരുടെയും സ്നേഹം എനിക്കിപ്പോ മനസ്സിലായി. ഛെ, ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഭാനുവേട്ടനും കൂടി കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? സങ്കല്പത്തിലുള്ള ഭർത്താവിനെ കുറിച്ച് നീ ഒത്തിരി വീമ്പളക്കി പോയതുകൊണ്ട് നീ ഇതിന് സമ്മതിക്കാതിരിക്കണ്ട. നിന്റെ സൗന്ദര്യ സങ്കല്പം കുറച്ച് കടന്നുപോയി. അതാ ഇങ്ങനെ പറ്റിയത്. ഇനി ഇപ്പൊ കഴുത്ത് നീട്ടി കൊടുക്കുന്നതാ മോളെ ബുദ്ധി. അതിന് വേറെ ആളെ നോക്കണം. ഞാനൊരു വഴി പറയാം. എന്റെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോ ചെയ്തൊരു വിദ്യയുണ്ട്. അങ്ങനെ ചെയ്താലോ? അതെന്താ? കല്യാണ നിശ്ചയം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം രാവിലെ അവൾ സധൈര്യം ഭാവി വരന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. നടന്നതും നടക്കാത്തതുമായ പല കഥകൾ തട്ടിവിടുന്നു. ഭാവി വരൻ ഫ്ലാറ്റ്. പിന്നീട് അയാൾ സന്യസിക്കാൻ പോയെന്ന് നാട്ടുകാർ പറയുന്നത് കേട്ടത്. ഐഡിയ.
അഡ്വക്കേറ്റ് നന്ദകുമാർ അറിയുന്നതിന്. മിസ്റ്റർ നന്ദകുമാർ, അഡ്വക്കേറ്റ്